2026 എന്ന വർഷം പശ്ചിമേഷ്യയ്ക്ക് അശാന്തിയുടേതായി തുടരുമോ എന്ന ആശങ്കയിലാണ് ലോകം. യുദ്ധം ഇറാൻ മേഖലയിലാണ് എങ്കിലും അതിന്റെ അനുരണനങ്ങൾ ലോകമെമ്പാടും അനുഭവപ്പെടുന്നുണ്ട്. താൽക്കാലികമെങ്കിലും ഒരു വെടിനിർത്തൽ നിലവിൽ വരുമെന്ന വാർത്ത ചെറിയ ആശ്വാസമല്ല നൽകിയത്. അസംസ്കൃത എണ്ണയുടെ വില കുറഞ്ഞു, ഓഹരികൾ കുതിച്ചു കയറി. പക്ഷേ ആ ആശ്വാസം നൈമിഷികമായിരുന്നു. സംഘർഷങ്ങൾക്ക് താൽക്കാലിക അയവ് വരുത്തി അമേരിക്കയും ഇറാനും താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച് 24 മണിക്കൂർ പിന്നീട് മുൻപ് തന്നെ അതിന് തുരങ്കം വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ. വെടിനിർത്തൽ പ്രഖ്യാപിച്ച മണിക്കൂറുകൾ പിന്നീട് മുൻപ് തന്നെ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇറാനിലെ എണ്ണ ശുദ്ധീകരണശാലയിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇറാനിലെ ലാവൻ ദ്വീപിലുള്ള എണ്ണ ശുദ്ധീകരണശാലയിലാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട്. ആക്രമണം സ്ഥിരീകരിച്ചത് ഇറാനിയൻ ഓയിൽ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് നാഷണൽ ഇറാനിയൻ ഓയിൽ റിഫൈനിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്. ആരാണ് ആക്രമണം നടത്തിയത് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. 24 മണിക്കൂറിനിടെ 254 പേരെ ലെബനനിൽ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകളും പറയുന്നു. മറുപടിയായി ഹിസ്ബുള്ളയും ഇസ്രായേലിലേക്ക് മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതേസമയം വെടിനിർത്തലിനൊപ്പം ഇറാൻ ട്രംപിന് മുന്നിൽ സമർപ്പിച്ച 10 നിർദ്ദേശങ്ങൾ വൈറ്റ് ഹൗസ് നിരാകരിച്ചതായുള്ള റിപ്പോർട്ടുകൾ കൂടി ഇതിനിടെ പുറത്തുവരികയാണ്. പാശ്ചാത്യ സമയം ചൊവ്വാഴ്ച രാത്രിയാണ് ഇറാനും അമേരിക്കയും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടത്. ഹോർമുസ് തുറക്കാമെന്നും നയതന്ത്ര ചർച്ചകൾ നടത്താമെന്നുമുള്ള ധാരണയിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അടുത്ത 2 ആഴ്ച കാലത്തേക്ക് ആക്രമണം ഉണ്ടാകില്ല എന്നും ഇതിനിടയിൽ ചർച്ചകൾ നടക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇസ്ലാമാബാദിലായിരിക്കും ചർച്ചകൾ നടക്കുന്നത് എന്നാണ് അറിയുന്നത്. ഏപ്രിൽ 10 പാകിസ്ഥാനിൽ ചർച്ച നടക്കുന്നതിന് മുൻപായി തന്നെ ഹോർമുസ് കടലിടുക്ക് തുറന്നേക്കുമെന്നും സൂചനയുണ്ട്. പക്ഷേ ഇറാനിയൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും കപ്പൽ ഗതാഗതം നടക്കുക എന്നാണ് ഇറാന്റെ നിലപാട്. ഇത്രയും കാര്യങ്ങൾ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ലെബനനിൽ തുടരെ ആക്രമണങ്ങൾ നടത്തുന്നത്. ഇന്നലെ ഒറ്റ ദിവസം മാത്രം 10 മിനിറ്റിനുള്ളിൽ 100-ലധികം കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. ഇന്ന് പുലർച്ചെയും ബെയ്റൂട്ടിൽ തുടരാക്രമണങ്ങൾ ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട്. ലെബനനിൽ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമല്ല എന്നാണ് ലെബനനിലെ ആക്രമണത്തിന് ഇസ്രായേൽ പറയുന്ന ന്യായീകരണം. എന്നാൽ ലെബനനും കരാറിന്റെ ഭാഗമാണ് എന്ന് കരുതുന്നുവെന്ന് ഹിസ്ബുള്ള പറയുന്നു. ലെബനനിലെ സംഘർഷങ്ങൾ പരിഗണിക്കുമ്പോൾ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടതായി കരുതുന്നുവെന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കറും പ്രസ്താവന പുറപ്പെടുവിച്ചു. ഒമാൻ പോലുള്ള രാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭയും ഇസ്രായേൽ നടത്തിയ ലെബനൻ ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തി. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ കാടത്തം എന്നാണ് ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ വിശേഷിപ്പിച്ചത്. നിരവധി കെട്ടിടങ്ങളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നത്. ആശുപത്രികളിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാറിനെ ഏത് രീതിയിലാണ് ബാധിക്കുക എന്ന ആശങ്ക ഇപ്പോൾ ലോകത്തിനുണ്ട്. ഹോർമുസ് തുറക്കാമെന്ന പ്രധാന ഉറപ്പിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹോർമുസ് വീണ്ടും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഹോർമുസ് തുറക്കുമെന്ന് പറഞ്ഞിരുന്ന IRGC ലെബനനിലെ ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്ന് പ്രസ്താവന ഇറക്കിയിരുന്നു. ഇതിന് പിന്നാലെ IRGC ഇറക്കിയ മറ്റൊരു പ്രസ്താവന ഹോർമുസിലെ മൈനുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കപ്പലുകൾക്ക് മറ്റൊരു പാത നിർദ്ദേശിച്ചുകൊണ്ടായിരുന്നു. അതിനർത്ഥം ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോഴും മൈനുകൾ ഉണ്ടെന്നാണ് ഇത് തെളിയിക്കുന്നത്. ഒമാൻ കടലിലൂടെ കടന്ന് ലാറക് ദ്വീപിന് വടക്ക് ഭാഗം വഴി ഗൾഫ് മേഖലയിലേക്ക് പ്രവേശിച്ച ശേഷം ഇതുവഴി ലാറക് ദ്വീപിന്റെ തെക്ക് ഭാഗം വഴി വീണ്ടും ഒമാൻ കടലിലേക്ക് കടക്കുന്നതായിരുന്നു IRGC നിർദ്ദേശിച്ചിട്ടുള്ള ബദൽ പാത. എന്തായാലും ഹോർമുസ് വീണ്ടും അടച്ചു എന്ന് പറയുമ്പോൾ ബദൽ പാത എന്നുള്ളതിന് ഇപ്പോൾ പ്രസക്തിയില്ല. 2 ആഴ്ചയ്ക്ക് ശേഷവും വെടിനിർത്തൽ ശാശ്വതമാക്കുന്നതിനുള്ള ചർച്ചകൾ അടുത്ത ദിവസം മുതൽ ആരംഭിക്കും. വ്യാഴാഴ്ച പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലാണ് ചർച്ച നടക്കുക. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ആയിരിക്കും അമേരിക്കയെ പ്രതിനിധീകരിച്ച് ചർച്ചയ്ക്കെത്തുക. എന്നാൽ ഈ വെടിനിർത്തൽ കരാർ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കപ്പെട്ടേക്കാമെന്നും ആക്രമണം പുനരാരംഭിച്ചേക്കാമെന്നും വിലയിരുത്തലുണ്ട്. അതിന് പ്രധാന കാരണം ഇസ്രായേൽ ലെബനിൽ നടത്തുന്ന ആക്രമണങ്ങളാണ്. വെടിനിർത്തൽ കരാർ ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകൾക്കും ബാധകമാണ് എന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചിരുന്നുവെങ്കിലും ഇസ്രായേൽ അത് തള്ളിക്കളയുകയായിരുന്നു. ലെബനനിലെ സൈനിക നടപടികൾ വെടിനിർത്തലിന്റെ ഭാഗമല്ല എന്നും ആക്രമണം തുടരുമെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അതേസമയം ലെബനനിലെ ആക്രമണത്തിന് ഇസ്രായേലിന് ശിക്ഷ നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ലെബനനിലെ ഇസ്രായേൽ നടപടികൾ നിർത്തിവെച്ചില്ലെങ്കിൽ ടെൽ അവീവിലേക്ക് മിസൈലുകൾ അയക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇതോടെ വെടിനിർത്തൽ കരാറിന്റെ ഭാവി സംശയത്തിലായി. ഇസ്രായേൽ ഇപ്പോഴും വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുന്നവരാണ് എന്നും അതിന് മറുപടി ബുള്ളറ്റുകളാണ് എന്നും ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വെടിനിർത്തൽ കരാറിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നത്.
ഫെബ്രുവരി 28 ഇസ്രായേൽ US സംയുക്ത ഇറാൻ ആക്രമണത്തിനെതിരെ ഇറാന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ലെബനനിലെ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ആക്രമണം ആരംഭിച്ചത്. ഇതിനുശേഷം ഇസ്രായേൽ നടത്തിയ ലെബനൻ ആക്രമണങ്ങളിൽ 1500-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 12 ലക്ഷത്തോളം പേർ പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ ട്രംപിന് മുന്നിൽ വെച്ചിട്ടുള്ള 10 നിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ളതും തങ്ങളുടെ സഖ്യകക്ഷികളായ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സായുധ സംഘങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ്. ഇക്കാര്യം ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇതിനിടയിലും ഇസ്രായേൽ ലെബനനിൽ ആക്രമണം തുടരുന്നത് ഈ കരാറിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നു. അമേരിക്കയും ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും ബഫർ സോൺ നിർമ്മിക്കുന്നതിനായുള്ള ലെബനനിലെ സൈനിക നടപടികൾ നിർത്താൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഇത് സമാധാന കരാറിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. മുൻപ് ജനീവയിൽ ചർച്ചകൾ നടക്കുമ്പോൾ പോലും അമേരിക്ക ഇറാനെതിരെ ബോംബാക്രമണം നടത്തിയിരുന്നു. അതിനാൽ എപ്പോൾ വേണമെങ്കിലും കരാർ ലംഘിക്കപ്പെടാമെന്നാണ് മറ്റു രാജ്യങ്ങൾ വിലയിരുത്തുന്നത്. ഇത് കണക്കിലെടുത്ത് ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് എത്രയും വേഗം രാജ്യം വിടാൻ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട്. എംബസിയുമായി മുൻകൂട്ടി ആലോചിക്കാതെയും ബന്ധപ്പെടാതെയും രാജ്യാന്തര അതിർത്തികളിലേക്ക് പ്രവേശിക്കരുത് എന്നും നിർദ്ദേശമുണ്ട്. അതേസമയം ഈ വെടിനിർത്തൽ കരാറിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മുൻപ് അമേരിക്ക ഇറാന് മുന്നിൽ വെച്ച സമാധാന പദ്ധതികളിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുക, മിസൈൽ പ്രോഗ്രാമുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക, സായുധ സംഘങ്ങളെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ കർശന നിബന്ധനകൾ അമേരിക്ക വെച്ചിരുന്നുവെങ്കിലും പുതിയ വെടിനിർത്തൽ കരാറിൽ ഇവ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഇക്കാര്യങ്ങളിൽ എന്ത് നിലപാടായിരിക്കും അമേരിക്ക ഇനി സ്വീകരിക്കുക എന്ന കാര്യം അറിയില്ല. ചർച്ചകൾ നടന്നാൽ തന്നെ അതിനെ കൂടുതൽ സങ്കീർണമാക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ചുങ്കം ചുമത്തുന്നതിലാണ്. ഇറാൻ ഇപ്പോൾ ഹോർമൂസ് അടച്ചു എന്ന് പറയുന്നുണ്ട് എങ്കിലും ഇത് അടയ്ക്കുന്നതിന് മുൻപ് ഇറാൻ ടോൾ ബൂത്ത് രൂപീകരിച്ച് പണപ്പിരിവ് തുടങ്ങി എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് അമേരിക്കയിലെ മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥർ പറയുമ്പോൾ തന്നെ പിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ ഒരു പങ്ക് വേണമെന്ന തരം നിലപാടാണ് ട്രംപിന്. ഇറാനുമായി ചേർന്ന് ടോൾ പിരിക്കുന്നതിനെ കുറിച്ചാണ് ട്രംപ് ആലോചിക്കുന്നത്. ഇറാൻ ഇതുവരെ ക്രിപ്റ്റോ കറൻസിയിലാണ് ടോൾ പിരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. സ്വന്തമായി ക്രിപ്റ്റോ കറൻസി ഇറക്കിയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആ വഴിയും പണം കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് എന്ന് പറയാം. ചുരുക്കത്തിൽ സ്വന്തം കീശ നിറയ്ക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് പദം ഉപയോഗിക്കുകയാണ് ട്രംപ് എന്ന് പറയാം. അതിനിടയിൽ എന്ത് യുദ്ധം, എന്ത് സമാധാനം?